അല്ലല്ല, അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇല്ലേ, അർജുൻ, അവനത് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ട് അവൻ വന്നു നിന്നിട്ട് കോക്കസിൽ ഗ്രൂപ്പിനകത്ത് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പുള്ളിക്കാരൻ, ഞാൻ റിവ്യൂ ഇടുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനലുണ്ട്, രജിത്ത് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലുണ്ട്, പക്ഷേ ഞാൻ റിവ്യൂ ഒന്നും ഇടുന്നില്ല. എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ മിസ്യൂസ് ചെയ്ത് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഇതിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞാൻ വേദങ്ങളും അതിൻ്റേതായ രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളത് ഉപയോഗിച്ചോളൂ. ജാൻമണി അങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായി ഞാൻ വിചാരിച്ചു ഈ രതീഷ് ചെയ്തതിനെ വേറൊരു ആംഗിളിൽ സാധനം കൊണ്ടുവരുമെന്ന്. കറക്റ്റായിട്ട് അർജുൻ അവിടെ പോയിരുന്നിട്ട് എനിക്ക് തോന്നുന്നു സിജോയുടെ കൂടെയോ മറ്റേ സുരേഷ് ചേട്ടൻ്റെ കൂടെ ആരുടെയാണ് പറയുന്നത്, കണ്ടോ ജാൻമണി പിടിച്ചതുകൊണ്ടാണ് പ്രശ്നം, വേറെ ആര് പിടിച്ചാലും പ്രശ്നമില്ല എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചപ്പോൾ. അപ്പം അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്കത് തോന്നി. അത് പറയണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് എന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം അത് 100 ദിവസം ഒരുമിച്ച് നിൽക്കേണ്ടി വരുമ്പം നമ്മൾ കെട്ടിപ്പിടിക്കും, നമ്മൾ തോളി കയറും, അതൊക്കെ സഭ്യമായ കാര്യത്തിൽ ഒരു പ്രോബ്ലവും ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മളെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയ കെട്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പ്രണയ നാടകങ്ങളും അതൊരു സുഖമില്ലാത്തൊരു അവസ്ഥയിലാണ്. ആദ്യ ചോദ്യം വരട്ടെ. അതെ, യാതൊരു സംശയമില്ല. അതൊരു 1 മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തേനെ. അല്ലേ, നല്ല കാര്യമാണ്. ഇപ്പോൾ ജാസ്മിന് നല്ല മൊഞ്ചത്തിയാണ്, നല്ല സുന്ദരിയായ പെണ്ണാണ്. ഗബ്രി നല്ല സുന്ദരനായ പയ്യനാണ്. ഒരു മാസം സഹിച്ചൂടെ? അല്ലേ, ഒരു മാസം സഹിച്ചൂടെ? ഇത്രയ്ക്ക് ആക്രാന്തോ? അപ്പോൾ ഇത് ഒരു കൈവിട്ട കളിയായിപ്പോൾ, ഒത്തിരി എമർജൻസി ആയിപ്പോൾ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞതിനും തുടങ്ങിയതാണല്ലോ. എൻ്റെ സീസണിൽ ഒരു പ്രണയം വന്നു, ഞാനല്ലേ പൊളിച്ചത്, അല്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വൈൽഡ് കാർഡായി പോയപ്പോൾ ഒരു സാധനം പൊളിച്ചില്ലേ, അല്ലേ, അതിനകത്തുള്ള സാധനം. അപ്പോൾ അതൊന്നും റിയൽ അല്ല. ഒരേ ഒരു ദിവ്യമായ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സ്വന്തം പേളിമാണിയും ശ്രീയേഷും തമ്മിലുള്ള സീസൺ ഉണ്ട്. അതുകൊണ്ട് ബെസ്റ്റിനെ തന്നെ നമ്മൾ പറയണം, അതിന് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം അതുപോലെ വരണം ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷേ അതുപോലെ വരുമായിരിക്കും കേട്ടോ. അതുപോലെ വരണം. ഇനി എപ്പോഴെങ്കിലും ഞാനൊരു മത്സരാർത്ഥിയായി പോയാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല മീൻസ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവിടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പ്രണയിക്കാൻ, അതെൻ്റെ ബാക്കി കിടക്കുന്നൊരു സാധനമുണ്ട്. എൻ്റെ ഉള്ളിലൊരു സാധനം കിടപ്പുണ്ട്, ഒരു പ്രണയം. അത് ഇതുവരേക്കും ദിവ്യമായ ഒരു പ്രണയം ഇതുവരേക്കും എനിക്കെങ്ങും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊരു ദിവ്യമായ പ്രണയത്തിനുള്ളൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും കിട്ടുമെന്ന് നോക്കി ഞാൻ കാത്തു കിടക്കുകയാണ്. പ്രണയിക്കും തെറ്റില്ല, നല്ല പ്രണയങ്ങൾ വരട്ടെ, അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഉഡായിപ്പ് പ്രണയമായിപ്പോയി, മനസ്സിലായില്ലേ? കണ്ടന്റ് ഇല്ല അവരുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോൾ പിരിയും ഒരല്പസമയത്തിനുള്ളിൽ, എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തും തേച്ച് ഇപ്പുറത്തും തേച്ച് നമുക്ക് നോക്കാം. ഒരു 1-2 ആഴ്ചക്കകത്ത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചേട്ടൻ ചാനൽ ചർച്ചകളിലൊക്കെ നേരത്തെ സജീവമായിരുന്ന ഒരാളാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ശക്തമായ ഒരു 3 മുന്നണികളുള്ള ഒരു ശക്തമായ മത്സരമാണ് തൃശ്ശൂർ നടക്കുന്നത്. എൻ്റെ ദൈവമേ, കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വന്ന് അതിന് ഇൻ്റർവ്യൂകളെല്ലാം കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് എന്നെ പിടിച്ച് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നിട്ട് തേക്കാൻ നോക്കരുത്. എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ഞാൻ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഞാൻ സിനിമയിലേക്ക് വന്നതും ബിഗ് ബോസ് ഷോയിലേക്കൊക്കെ പോയത് കിട്ടുന്ന എമൗണ്ടിൽ നല്ലൊരു വിഹിതവും വൃദ്ധസദനങ്ങളെയും അതുപോലെ തന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികളെയൊക്കെ സഹായിച്ചുകൊണ്ട് അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന, ഞാൻ അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് സത്യസന്ധമായി ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭാര്യ മക്കളോ കുടുംബമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എനിക്ക് ആരോടും കള്ളവും പറയേണ്ട, പറ്റിക്കണം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരെണ്ണം പറയുമ്പോഴത്തേക്ക് അത് വേറെ വഴിയിലേക്ക് പോകും. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമല്ല, രാഷ്ട്രീയം എനിക്ക് താല്പര്യമുണ്ട്, സാംസ്കാരിക പ്രതിബദ്ധതയെ കൊണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് അഡീഷണലായിട്ടൊന്ന് പറയാനുള്ളത്, ഇതും കൂടെ നിങ്ങൾ കേട്ടോണം. ഞങ്ങളിപ്പോൾ ആദ്യമായൊരു ഹോളിവുഡ് പടം ചെയ്തിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ പടമാണ്. പറവൂർ സിദ്ദിഖ് എന്ന് പറയുന്ന ഓഫ് ബീറ്റ് സിനിമകളുടെ, നിങ്ങൾ അറിഞ്ഞു കാണില്ല, നിങ്ങളിതിലൂടെ അറിയണം. ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ഫിലിം, ഓസ്കാർ അതുപോലെ തന്നെ ക്യാൻ ഫിലിം, ടൊറൻഡോ, അതിൽ പല ആർട്ടിസ്റ്റുകളിലും സെലക്ഷൻ പോയിട്ട് അവസാനം കറങ്ങിത്തിരിഞ്ഞ് സോളമൻ എന്ന് പറയുന്ന ആ മഹാരാജാവിൻ്റെ, ഇത് ഫാൻറ്റസിയും ഇല്യൂഷനും റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിരുന്ന ഫിലിമാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് തന്നെ വന്നു. അങ്ങനെ സോളമൻ എന്ന് പറയുന്ന നല്ലൊരു ക്യാരക്ടർ കഴിഞ്ഞ 24 മണിക്കൂർ വെച്ച് പല ദിവസങ്ങളിൽ ഷൂട്ടുണ്ടായിരുന്നു, ത്രൂ ഔട്ട് ഷൂട്ട്. ആ ഷൂട്ടിൽ എന്നോടൊപ്പം എൻ്റെ വൈഫായി ക്ലാര എന്ന് പറയുന്ന ഒരു ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. വേറെ ആരുമില്ല, നിങ്ങളുടെ സ്വന്തം ലതാദാസ് തന്നെയാണ്. ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ കുറേ സിനിമകളിൽ നായികയായി അഭിനയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത്
ലതാദാസ്. ലതയാണ് ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലാര. 2 വാക്ക് ലാൻഡ് ഓഫ് സോളമനെ കുറിച്ച് പറയൂ. ഹസ്ബൻഡായിട്ടുള്ള ലാൻഡിനെ ആ കിങ് ഓഫ് ലാൻഡ് ഓഫ് സോളമനെ കുറിച്ചും പറയും. ഈ ചിത്രം ഇതൊരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇല്യൂഷന് റിയാലിറ്റി എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ചേട്ടനും നിങ്ങൾ ഇത്ര നാളും കണ്ട പോലത്തെ ഒരു ക്യാരക്ടർ അല്ല അതിൽ ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇമോഷൻസും എക്സ്പ്രഷൻസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അത് വേറെ ലെവലാണ്. പറവൂർ സിദ്ദിഖ്, അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ജലീൽ ബാദുഷാ എന്ന് പറയുന്ന 33 സിനിമകൾ DOP ആയിട്ടുള്ള കിടിലം ക്യാമറാമാനാണ്. എല്ലാവരും സമർപ്പിച്ച്, ക്രൂ തന്നെ ഹോൾ സമർപ്പിച്ച് 24 hours 20 hours അല്ലേ, ഫുൾ ടൈം നമ്മൾ മരിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു ഷോയാണ് സിനിമ. ഏപ്രിലത്തെ ടൊറന്റോ ഫെസ്റ്റിവലിന് അയക്കാനുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്ലാരയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടട്ടെ, ടൊറന്റോ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അവാർഡ് ഫിലിമിന് ഇല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടണം. കിട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലേ നേരത്തെ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ലതയോട് ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസിലോട്ട് പോകണമെന്ന്. ഇപ്പോൾ ഇതിലൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് ഷോയിലേക്ക് ലതാദാസിനെയും സെലക്ട് ചെയ്യേണ്ടതാണ്. കാരണം നല്ലൊരു ആർട്ടിസ്റ്റാണ്. താങ്ക് യു